എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. രണ്ട് സന്തോഷ വാർത്തകളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡുവിനം പ്രഖ്യാപിച്ചു. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുകയാണ്. PFMS-നകത്ത് പേയ്മെന്റ് റിക്വസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തുക അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 3-4 DBT അപ്ഡേഷൻ ഒരു മാസം ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ പേയ്മെന്റ് ഫെയിൽഡ് ആയി പോകുന്നതാണ്. അത് ആദ്യം ചിന്തിച്ചോളുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അറിയിച്ചിരിക്കുന്നത്. ഈ ഗഡു വിതരണം കാലക്രമേണ നമ്മൾ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു പോകും. ഇനി അടുത്ത പ്രാവശ്യം തൊട്ടായിരിക്കും വർധനം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു അറിയിപ്പും നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷിക്കാനുള്ള ഭാഗം തന്നെയാണ് ഉള്ളത്. 17ാമത്തെ ഗഡു വിതരണമായി. ഇപ്പം എത്രയായി? 34,000 രൂപ വരെയായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധി കേന്ദ്രം നൽകുന്ന ഒരു പദ്ധതിയാണ്. 34,000 രൂപ വരെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തുക ഇനിയും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. 4,000 രൂപ തന്നെയാവാം. 3 ഗഡു വിതരണമായിട്ടായിരിക്കും 12,000 രൂപ വർഷം ലഭിക്കുന്ന ഒരു പദ്ധതി തന്നെയാവും. കാരണം നേരത്തെ അത് തന്നെ ഒരു രൂപീകരണം ഉണ്ടായിട്ടുള്ളതാണ്. 12,000 രൂപ വർഷം ലഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ ഭരണം വരുന്ന സമയത്ത് തന്നെയും ഈ ഒരു 12,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത് നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വർധനവ് ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, 5 മണിക്കാണ് പേയ്മെന്റ് വരുന്നത്. 5 മണിക്ക് തന്നെയും നമുക്ക് പേയ്മെന്റ് വിടുന്നത്. ചില ബാങ്കുകൾ ഓൺ പോസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. കാരണം നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് തന്നെയും നമുക്ക് ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം. പക്ഷേ ചില ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ വെളുപ്പം കാലത്തും അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 10 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തുക അക്കൗണ്ടിലേക്ക് വരുന്നത്. എന്തായാലും PFMS-നകത്ത് പേയ്മെന്റ് റിക്വസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തുക അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. PFMS എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, DBT എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ലാൻഡ് സീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം 17ാമത്തെ ഗഡു വിതരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.